ഭഗവാന്റെ കൃപ കൊണ്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കൊണ്ടും നമുക്ക് ഭാഗവതം പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. പ്രഥമസ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. ശ്ലോകം 9 വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇതുവരെ നമ്മൾ എന്ത് കണ്ടു? ശ്രീപാദ് നാരദമുനി വ്യാസദേവനോട് ചോദിക്കുന്നു. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കണ്ടു വ്യാസദേവൻ വിഷമിച്ചിരിക്കുന്നതും അവിടെ നാരദമുനി കടന്നു വരുന്നതും. ഇവിടെ അതിനുശേഷം ഈ അധ്യായം തുടങ്ങുന്നത് നാരദമുനിയുടെ ചോദ്യങ്ങളാണ്. അല്ലെങ്കിൽ നാരദമുനി വ്യാസദേവനോട് ചോദിക്കുന്നു, വ്യാസദേവൻ ഉത്തരം പറയുന്നു. ആദ്യത്തെ 7 ശ്ലോകങ്ങളിൽ നമ്മളത് കണ്ടു. 8-ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം ഡിസ്കസ് ചെയ്ത കാര്യം എന്തായിരുന്നു? നാരദമുനി വ്യാസദേവനോട് പറയുന്നു, അതായത് എന്താണ് നിനക്ക് സംഭവിച്ച തെറ്റ്? ഓക്കെ, തെറ്റെന്താണെന്ന് എടുത്ത് കാണിക്കുന്നു. കൂട്ടത്തിൽ എന്താണ് നീ ചെയ്യേണ്ടത് എന്നുള്ളതും പറയുന്നു. 8-ാമത്തെ ശ്ലോകം മുതൽ ഇനി അങ്ങോട്ട് 22-ാമത്തെ ശ്ലോകം വരെ അദ്ദേഹം ഈ ഒരു തീമിൽ നാരദമുനി വ്യാസദേവന് ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ 9-ാമത്തെ ശ്ലോകം 8-9 ഈ 2 ശ്ലോകങ്ങളിൽ പറയുന്നത് നമ്മൾ പറഞ്ഞു. നാരദമുനി 2 പ്രശ്നങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. എന്താണ് സംഭവിച്ചത്? വ്യാസദേവന് സംഭവിച്ച 2 പ്രശ്നം. അതായത് ഒരുപാട് വേദങ്ങൾ എഴുതി, മഹാഭാരതം എഴുതി, കുറേ ചെയ്തു അദ്ദേഹം. ഒരുപാട് കോൺട്രിബ്യൂഷൻ ഉണ്ട് അദ്ദേഹത്തിന്. എന്നാൽ അല്ലെങ്കിൽ 2 പ്രശ്നം സംഭവിച്ചു, 2 ഡിഫക്റ്റ് ചൂണ്ടിക്കാണിക്കുന്നു. എന്തൊക്കെയാണത്? പറയൂ. ഭഗവാനെ വേണ്ട രീതിയിൽ പ്രധാനമായിട്ട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞില്ല ഭഗവാന്റെ മഹത്വങ്ങൾ. എന്താണ്? ഭഗവാനെ വേണ്ട രീതിയിൽ പറഞ്ഞില്ല, റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞില്ല. വേണ്ട രീതിയിൽ ഭഗവാന്റെ മഹത്വങ്ങളെ കുറിച്ച് കൂടുതൽ ഊന്നി പറഞ്ഞിട്ടില്ല. യേശോ ഭഗവതോ അമലം, ഭഗവാന്റെ യേശസ്സിനെ കുറിച്ച്, അമലമായിട്ടുള്ള ഭഗവാന്റെ യേശസ്സിനെ കുറിച്ച് വേണ്ട രീതിയിൽ അദ്ദേഹം കൂടുതൽ ഊന്നി പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം. യെസ്. 2, ഹരേ കൃഷ്ണ പ്രഭു. ഭഗവാനെ വേണ്ടത്ര സ്തുതിച്ചില്ല. മുക്തിക്കും അപ്പുറം ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ളത് ഭഗവത്പാദമാണ് എന്ന് പറഞ്ഞില്ല. മുക്തിക്കും അപ്പുറം ഉള്ള ലക്ഷ്യം കൃഷ്ണപ്രേമ ഭക്തിയെ കുറിച്ച് ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുന്ന വിധം വ്യാസദേവൻ എഴുതിയിട്ടില്ല, യോജനപ്പെടുത്തിയില്ല. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഊന്നൽ കൊടുത്തത്? എന്തിനാണ്? യെസ്, എല്ലാം കറക്റ്റാണ്. എല്ലാവരും പറഞ്ഞ ഉത്തരം കറക്റ്റാണ്. ഊന്നൽ കൊടുത്തത് യെസ്, പുരുഷാർത്ഥങ്ങൾക്ക് അദ്ദേഹം ഊന്നൽ കൊടുത്തു. പഞ്ചമ പുരുഷാർത്ഥം എന്താണ്? ഭക്തി, കൃഷ്ണപ്രേമം, ഭക്തി. ഓക്കെ, അതിനെക്കുറിച്ച് കൂടുതൽ അദ്ദേഹം വേണ്ട രീതിയിൽ എംഫസിസ് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ശീല വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂറും അല്ലാതെ അദ്ദേഹത്തിൻ്റെ കമൻട്രിയിൽ അദ്ദേഹം പറയുന്നത് വ്യാസദേവനും നാരദമുനിയും തമ്മിൽ ഉള്ള ഒരു കോൺവെർസേഷൻ രീതിയിലാണ് അത് പറയുന്നത്. എല്ലാവരും ദയവ് ചെയ്ത് മൈക്ക് മ്യൂട്ട് ചെയ്ത് വയ്ക്കൂ. ചോദ്യം കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വ്യാസദേവൻ അത് ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയ കൃഷ്ണായ കൃഷ്ണഭക്തായ തദഭക്തായ നമോ നമഃ. ശീല വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചു. വ്യാസദേവനും നാരദമുനി തമ്മിലുള്ള കോൺവെർസേഷൻ. വ്യാസദേവൻ പറയുന്നുണ്ട്, അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ, പത്മപുരാണത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മാത്രമല്ല ഭക്തിയെക്കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പത്മപുരാണത്തിലെ 2 ശ്ലോകങ്ങളൊക്കെ അവിടെ നമ്മൾ കോട്ട് ചെയ്തു വായിച്ചു. എന്നാൽ അപ്പോഴും നാരദമുനി പറയുന്നു, ആയിട്ടില്ല, പൂർണ്ണമായിട്ടില്ല. ബ്രഹ്മഭൂത പ്രസന്നാത്മ ന ശോചതി ന കാംക്ഷതി സമാ സർവഭൂതേഷു മദ്ഭക്തിം ലഭതേ പരം. വേണ്ട രീതിയിൽ നീ അനുവർത്തിനഃ, എന്താണ് പറഞ്ഞത്? വേണ്ട രീതിയിൽ ഭഗവാനെ കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടില്ല. അനുവർത്തിനഃ, ആവർത്തിച്ച് റിപ്പീറ്റഡ്ലി പറയേണ്ടതാണ്. അത് നീ പറഞ്ഞില്ല. അവിടെയാണ് പ്രശ്നം പറ്റിയത്.
പറഞ്ഞു, അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു, എന്നാൽ വേണ്ട രീതിയിൽ എടുത്തെടുത്ത് റിപ്പീറ്റഡ്ലി പറഞ്ഞിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം നമ്മളെങ്ങനെയാണ് വീണ്ടും വീണ്ടും എടുത്ത് പറയും അല്ലേ? വീണ്ടും വീണ്ടും എടുത്ത് പറയും. നമ്മൾ ഹരിനാമത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഹരേർ നാമ ഏവ ഈ കേവലം കലവും നാസ്തിയേവ ഗതിരന്യത. എല്ലാവർക്കും അറിയുന്ന ശ്ലോകം. എന്തുകൊണ്ട് അവിടെ ഊന്നി പറഞ്ഞു, റിപ്പീറ്റഡ്ലി പറയുന്നു? കാര്യം അതിൻ്റെ എംഫസിസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇതാണ് ഹരിനാമം മാത്രമാണ് എന്ന് പറയുന്നു അവിടെ. അതേപോലെ പഞ്ചമപുരുഷാർത്ഥമായിട്ടുള്ള ഭക്തിയാണ് എല്ലാത്തിൻ്റെയും സാരം എന്നുള്ളത് ഊന്നി പറയണമായിരുന്നു. 1. 2, ഭഗവാന്റെ ലീലകൾക്ക് പ്രാധാന്യം കൊടുത്ത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് അനുവർത്തനം അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യണമായിരുന്നു. അത് നീ ചെയ്തില്ല, അതാണ് പറ്റിയ പ്രശ്നം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. 10ാമത്തെ ശ്ലോകം, അതിൻ്റെ കണ്ടിന്യൂഷൻ. ഇവിടെ 10 ശ്ലോകം 10ഉം 11ഉം ഇതിൻ്റെ ഒരു സബ് തീമാണ്. ആക്ച്വലി മെയിൻ തീം എന്താണ് നമ്മൾ പറയുന്നത്? 8 മുതൽ 22 വരെ നാരദമുനി, അതായത് വ്യാസദേവനോട് ഭഗവാന്റെ മഹത്വത്തെക്കുറിച്ച് നീ ഊന്നി പറയണം, അല്ലെങ്കിൽ ഗ്ലോറിഫൈ ചെയ്യണം, അതിന് പ്രാധാന്യം കൊടുക്കണം എന്ന് പറയുവാണ്. അതാണ് മെയിൻ ആയിട്ടുള്ള തീം. ഓക്കെ, അതിൻ്റെ ഇടയിലെ കുറച്ച് സബ് തീമുകളാണ്, സബ് കാറ്റഗറീസാണ് പറയുന്നത്. മനസ്സിലാക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 8 മുതൽ 22 വരെ ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി നാരദമുനി പറയുന്നു. അതിൻ്റെ ഇടയിൽ പാർട്ടുകളുണ്ട്, ചെറിയ ചെറിയ ഭാഗങ്ങൾ. അതിൽ 8ഉം 9ഉം ശ്ലോകം, 2 ശ്ലോകങ്ങളിൽ നാരദമുനി പോയിന്റ് ഔട്ട് ചെയ്യുന്നത് നിനക്ക് പറ്റിയ തെറ്റുകൾ എന്താണെന്നുള്ളതാണ്. ഓക്കെ, അത് ഓൾറെഡി പോയിന്റ് ഔട്ട് ചെയ്തു 8ലും 9ലും. ഇനി 10ഉം 11ലും അദ്ദേഹം പറയുന്നത്, അതായത് 2 തരത്തിലുള്ള ഗ്രന്ഥങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. 2 കാറ്റഗറിയിലുള്ള ഗ്രന്ഥങ്ങളുണ്ട്. അതാണ് 10ലും 11ലും പറയുന്നത്. 10ൽ പറയുന്നത് ഭൗതിക തലത്തിലുള്ള ലിറ്ററേച്ചേഴ്സ്, മെറ്റീരിയൽ. 11ൽ അതീന്ദ്രിയ തലത്തിലുള്ളത്. ഇതാണ് 2 കാര്യങ്ങൾ ഇവിടെ ശ്ലോകം 10ലും 11ലും പറയുന്നത്. ശ്ലോകം നമുക്ക് നോക്കാം. നയദ്വചശ്ചിത്രപദം ഹരേര്യശോ ജഗത് പവിത്രം പ്രഗ്നീതകർഹിചിത് തദ്വായസം തീർത്ഥമുഷന്തി മാനസ നയത്ര ഹംസാ നിരമന്തി ഉഷിക്ഷയഃ. യെസ്, ഗീതാബായി മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാം പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 10. ന യദ്വചിത്രപദം ഹരേര്യശോ ജഗൽ പവിത്രം പ്രഗൃണീതകർഹിചുൽ തദ്വായസം തീർത്ഥമുഷന്തി മാനസാ നയത്ര ഹംസാ നിരമന്ത്യുശിക്ഷയാ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. സമ്പൂർണ്ണ പ്രപഞ്ച അന്തരീക്ഷത്തെയും ഏകാകിയായി പരിശുദ്ധമാക്കാൻ കഴിവുള്ള പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ മാഹാത്മ്യങ്ങളെ വർണ്ണിക്കാത്ത പദകോശങ്ങളെ ദിവ്യ വ്യക്തികൾ കാക്കകളുടെ തീർത്ഥാടന സ്ഥലമായി കരുതുന്നു. അതു നിമിത്തം അതീന്ദ്രിയ ധാമ നിവാസികളായ സർവശ്രേഷ്ഠ വ്യക്തികൾക്ക് അവിടം യാതൊരു ആനന്ദവും ലഭിക്കുന്നില്ല. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. താങ്ക് യു. ഇവിടെ പറയുന്നു നാരദമുനി, നയദ്വചശ്ചിത്രപദം ഹരേര്യശോ ജഗത് പവിത്രം പ്രഗ്നീത കർഹിചിത്. എന്താ പറയുന്നത്? ഈ നയത് വചസ് ചിത്രപദം. ചിത്രപദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ, അതായത് ഭംഗിയായിട്ടുള്ള, ഹരേർ യശോ, ഭഗവാൻ ഹരിയുടെ യശസ്സിനെ കുറിച്ച്, ഭഗവാന്റെ കീർത്തിയെക്കുറിച്ച്, ഗ്ലോറീസിനെ കുറിച്ച് ഭംഗിയായിട്ട്, ചിത്രപദം എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഗ്ലോറിഫിക്കേഷൻ, വാക്കുകളെല്ലാം ഉപയോഗിച്ച്, ഉത്തമ ശ്ലോകം എന്ന് പറയുന്ന പോലെ വാക്കുകളെല്ലാം ഉപയോഗിച്ച് ഭഗവാനെ സ്തുതിച്ചിട്ടില്ല. ആ സ്തുതി എന്ന് പറയുന്നത് ജഗത് പവിത്രം. ജഗത് പവിത്രം എന്ന് പറഞ്ഞാൽ മുഴുവനും ജഗത്തിനെ പവിത്രീകരിക്കുന്ന അല്ലെങ്കിൽ ശുദ്ധമാക്കുന്ന കാര്യമാണ് ഭഗവാനെ സ്തുതിക്കുക എന്ന് പറയുന്നത്. ആ വാക്കുകൾ, ആ ചിത്രപദം എന്ന് പറയുന്നത്, ഭഗവാനെ സ്തുതിക്കുന്ന വാക്കുകൾ ഈ ലോകം മുഴുവനും ശുദ്ധീകരിക്കുന്നു
എന്നാൽ സംഭവിച്ചത് എന്താണ്? തദ് വായസം തീർത്ഥം ഉഷന്തി മാനസ നയത്ര ഹംസ നിരമ്മന്തി ഉഷിക്ഷയ. പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ച്, പക്ഷേ വേറെ എന്താണ് ഇവിടെ പറയുന്നത്? രണ്ടാമത്തെ പാട്ടിൽ പറയുന്നു, എന്നാൽ ഇതില്ലാത്ത സ്ഥലം, അതായത് ചിത്രപദം ഉപയോഗിക്കാതെ, നല്ല പദങ്ങൾ ഉപയോഗിക്കാതെ, ഉത്തമ ശ്ലോകങ്ങൾ ഉപയോഗിക്കാതെ ഭഗവാനെ സ്തുതിച്ചു കഴിഞ്ഞാൽ അത് ലോകത്തിനെ മുഴുവനും ശുദ്ധീകരിക്കുന്നു. എന്നാൽ അത് ചെയ്തില്ലെങ്കിലോ, അത് ചെയ്യാത്ത തരത്തിലുള്ള ഗ്രന്ഥങ്ങളാണെങ്കിലോ, ചെയ്യാത്ത തരത്തിലുള്ള പുസ്തകങ്ങളാണെങ്കിലോ എന്താ സംഭവിക്കുന്നത്? വായസ തീർത്ഥമാണെന്ന് പറഞ്ഞു. വായസ തീർത്ഥം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കാക്കകളുടെ തീർത്ഥാടന സ്ഥലം. കാക്കകളുടെ തീർത്ഥാടന സ്ഥലം എന്താണ്? ചവറ്റുകൊട്ട, വേസ്റ്റ്, ഗാർബേജ്. അപ്പോൾ പറയുന്നത്, ഭഗവാനെ സ്തുതിക്കാത്ത ഗ്രന്ഥങ്ങൾ, പുസ്തകങ്ങളാവട്ടെ, എന്ത് വേണമെങ്കിൽ ആവട്ടെ, ഏത് ലേഖനങ്ങളാവട്ടെ, ഇതെല്ലാം അതിനൊന്നിനും ഒരു പ്രാധാന്യമില്ല. ശരിക്കും പറയുകയാണെങ്കിൽ കാക്കകളുടെ വായസ തീർത്ഥം, കാക്കകളുടെ തീർത്ഥാടന സ്ഥലം പോലെയാണ്. അതുകൊണ്ട് അതായത് അതീന്ദ്രിയ അല്ലെങ്കിൽ ബുദ്ധിയുള്ള ആളുകൾ നയത്ര ഹംസ നിരമ്പന്തി ഉഷിക്ഷണ. അതായത് ഇവിടെ ഹംസ എന്ന് ഉദ്ദേശിക്കുന്നത് ബുദ്ധിയുള്ള അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകൾ. അങ്ങനെയുള്ളവർ ഒരു സന്തോഷവും ഉണ്ടാവില്ല ഇങ്ങനത്തെ ഗ്രന്ഥങ്ങൾ. നിരമന്തി ഉഷിക്ഷയ, അവർക്ക് ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിൽ ഒരു താല്പര്യവുമില്ല. കാര്യം അവരുടെ കോൺഷ്യസ്നെസ് എങ്ങനെയാണ്? അത് ഇവിടെയല്ല, അതീന്ദ്രിയ തലത്തിലാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊന്നും തീരെ സന്തോഷം കൊടുക്കുന്നില്ല. എന്നാൽ കർമ്മികൾക്ക് അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഭഗവാനോട് അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് നല്ലൊരു തീർത്ഥാടന സ്ഥലമാണ്. അവരെ സംബന്ധിച്ചൊരു ടൂറാണ്, വലിയ ഇഷ്ടമാണ്. എന്നാൽ അതീന്ദ്രിയവാദികൾക്ക്, അതീന്ദ്രിയ തലത്തിലുള്ള ആളുകൾക്ക് ഇതെല്ലാം പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് അല്ലെങ്കിൽ ഭൗതിക തലത്തിലുള്ള അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ ഊന്നിപ്പറയുന്ന ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ പുസ്തകങ്ങൾ എല്ലാം വേസ്റ്റാണ് പറയുന്നത്. കാക്കകളുടെ തീർത്ഥാടന സ്ഥലമാണ്. കാക്കകളുടെയും ഇവിടെ ഹംസം എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകൾ എന്നാണ്. എന്നാൽ ഹംസവും കാക്കയും തമ്മിൽ വ്യത്യാസം എന്താണ്? ആർക്കറിയാം? ഹരേ കൃഷ്ണ പ്രഭുജി, ഹരേ കൃഷ്ണ. പാലും വെള്ളം കൂടി വെച്ചു കൊടുത്ത അതിലത്തെ പാല് മാത്രം അരയന്നം ഊറ്റി കുടിക്കും, വെള്ളം അവിടെ ബാക്കി വെക്കും അരയന്നങ്ങൾ. ഹരേ കൃഷ്ണ പ്രഭുജി. യെസ്, അതിന്റെ അർത്ഥം എന്താ? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? അത് നല്ലത് മാത്രമേ നമ്മള് ഏത് ഗ്രന്ഥമായാലും അതിലത്തെ നല്ല കാര്യങ്ങൾ മാത്രം നമ്മള് മനസ്സിലേക്ക് എടുക്കുക, ചീത്ത കാര്യങ്ങളൊക്കെ നമ്മൾ വേണ്ടാക്കുക. ഭഗവാനില് സമർപ്പിതമായ കാര്യങ്ങൾ മാത്രം ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ, ഭഗവാന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഓക്കെ, ഗുഡ്, താങ്ക് യു മാതാജി. യെസ്, സോ ഹംസത്തിൻ്റെ പ്രത്യേകത ഒരു സ്പെഷ്യാലിറ്റി ഇതാണ്. അതായത് വെള്ളവും പാലും കൂടെ മിക്സ് ചെയ്താൽ അതിൽ നിന്ന് പാലിനെ മാത്രം എടുക്കാൻ സാധിക്കുമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ, കറക്റ്റ് മാതാജി പറഞ്ഞ കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്കഷൻ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ഈവൻ അത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഈവൻ ഡിഫക്റ്റുള്ള അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. എന്തെങ്കിലും സംസ്കൃതത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രാമാറ്റിക്കൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിലും ഹംസം എന്താ ചെയ്യുക? അതിൽ നല്ലത് മാത്രം എടുക്കുന്നു. ഇപ്പോൾ വേദങ്ങളിൽ പറയുന്ന മന്ത്രങ്ങളുടെ ഉച്ചാരണവും അതൊന്നും പെർഫെക്റ്റ് ആവണമെന്നില്ല. ഭാഗവത ധർമ്മം ഫോളോ ചെയ്യുന്നവർക്ക് അവർ നോക്കുന്നത് ഭക്തിയാണ്. ഭഗവാനെ സ്തുതിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് നോക്കുന്നത്. അല്ലാതെ അതിലെ ഗ്രാമാറ്റിക്കൽ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ മീറ്ററോ അതിലൊന്നും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നില്ല. അപ്പോൾ അതാണ്. അപ്പോൾ അവർ നല്ലത് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ നമുക്കങ്ങനെ മനസ്സിലാക്കാം. വേറെ ഈ ഹംസം നമ്മുടെ പ്രാക്ടിക്കലി നമ്മുടെ ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഹംസത്തെ പോലെ ആയിരിക്കണം. അതായത് അതായത് ആളുകളിൽ നല്ലതും ചീത്തയും
പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും. എല്ലാവരിലും, നമ്മളിലും ഉണ്ട്, നമ്മളെല്ലാവരിലും ഉണ്ട് പോസിറ്റീവും നെഗറ്റീവും. ഹംസം എന്താ ചെയ്യുക? ഹംസം അതിലെ നല്ലത് മാത്രം കാണും. നല്ലതായിട്ടുള്ള പാല് മാത്രം കാണുന്നു. അപ്പോൾ എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടെങ്കിൽ, കുറവുണ്ടെങ്കിൽ അതിനെ മാറ്റിവെക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ് പ്രസൻറ്റേഷൻ തന്നെ നമ്മൾ ചെയ്യുന്ന ക്ലാസ്സിൽ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ, ഭഗവാനെ സ്തുതിക്കുന്നതും ആചാര്യന്മാർ പറഞ്ഞതൊക്കെ നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആചാര്യന്മാരും പ്രഭുപാദും പറയുന്നത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. എന്നാൽ അതല്ലാതെ കുറേ പ്രശ്നങ്ങളും ഉണ്ടാവും, ഡിഫക്ട്സും ഉണ്ടാവും. അപ്പോൾ ആ ഡിഫക്റ്റുകളെ മാറ്റിവെച്ച് നല്ലതിനെ മാത്രം എടുക്കുക. എല്ലാ ദിവസവും ക്ലാസ് കഴിയുമ്പോൾ ഞാൻ പറയേണ്ടതാണത്, ഞാനിപ്പോൾ പറഞ്ഞെന്ന് മാത്രം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ. സോ ഡിഫക്ട്സ് നിറച്ചുണ്ട്, ഡിഫക്റ്റേ ഉള്ളൂ. എന്നാൽ കുറച്ച് എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ അത് ആചാര്യന്മാരുടെ കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ അവർ പറയുന്നത് നമ്മൾ അത് മാത്രം എടുക്കുക. എന്തെങ്കിലും കുറവുകൾ, ഇപ്പോൾ ശ്ലോകം ചൊല്ലാൻ ഉച്ചാരണം ശരിയല്ല, സംസ്കൃതം അറിയില്ല, അത് മീറ്റർ ശരിയല്ല, ഒക്കെ അംഗീകരിക്കുന്നു. എന്നാൽ അതിനെയൊക്കെ മാറ്റിവെച്ച് ഇതിലെന്ത് പറയുന്നു ഭാഗവതത്തിൽ എന്നുള്ളത് നമുക്ക് എടുക്കാൻ നോക്കണം. അപ്പോൾ ഈ ഒരു ഹംസത്തിൻ്റെ സ്വഭാവം നമ്മുടെ പ്രാക്ടിക്കൽ, നമ്മുടെ ലൈഫിലും വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഭക്തരുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോഴും പോസിറ്റീവും നെഗറ്റീവും ഒക്കെ നമ്മൾ കാണും, അല്ലേ? അപ്പോൾ നെഗറ്റീവിനെ നമ്മൾ മാറ്റിവെക്കണം. ആരും ലോകത്ത് പെർഫെക്റ്റ് അല്ല. നമ്മളെല്ലാവരും അതായത് നമ്മളെല്ലാവരും സാധകരാണ്. സാധകർ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റഡ് ആയിട്ടില്ല നമ്മൾ. തീർച്ചയായിട്ടും ഡിഫക്ട്സ് ഉണ്ടാവും, നമ്മളിലും ഉണ്ടാവും, മറ്റുള്ളവരിലും ഉണ്ടാവും. എല്ലാവരും മാർഗത്തിലാണ്, ഈ പ്രോസസ്സിൽ ഇറങ്ങിയിട്ടുള്ള ആളുകളാണ്. പക്ഷേ ആരും പെർഫെക്ഷനിലേക്ക് എത്തിയിട്ടില്ല. എത്തിയിട്ടുള്ളവരുണ്ടാവും, ഇല്ല എന്നല്ല. അപ്പോൾ നമ്മുടെ കണ്ണുകൾ എപ്പോഴും കാക്കയെ പോലെ ആവരുത്. കാക്കയും ഹംസവും തമ്മിൽ വ്യത്യാസമാണ്. കാക്ക മോശമായിട്ടുള്ളതിനെ മാത്രമേ കാണുള്ളൂ, ഹംസമാണെങ്കിൽ നല്ലതിനെ മാത്രം കാണുള്ളൂ. കാക്കയുടെ സ്വഭാവം ആവരുത്. മറ്റുള്ളവരിൽ കുറ്റങ്ങളും കുറവുകളും മാത്രം കാണുക, നല്ലതൊന്നും കാണുന്നില്ല. 99 ഗുണങ്ങളുണ്ടെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റായിട്ടുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുക. അതൊരു നേച്ചറാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു നേച്ചർ നമുക്കുണ്ടെങ്കിൽ അത് നല്ലതല്ല എന്തായാലും. ഹംസത്തിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു കാര്യം കൂടെ പഠിക്കാം. പിന്നെ വേറെന്താണ് ഹംസത്തിൻ്റെ പ്രത്യേകത? എന്തെങ്കിലും? പാലും വെള്ളമല്ലാതെ? പ്രഭുജി, ഹംസം വളരെ ശുദ്ധമായ സ്ഥലത്ത്, ശബ്ദമൊന്നുമില്ലാത്ത സ്ഥലത്ത് താമസിക്കുമെന്ന് ജഗസാക്ഷി പ്രഭു പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ഹരേ കൃഷ്ണ. യെസ്, അതാണ് നെക്സ്റ്റ് പോയിന്റ്. കറക്റ്റ്. ഹംസം വസിക്കുന്ന സ്ഥലം, ഹംസം ഇഷ്ടപ്പെടുന്ന സ്ഥലം നല്ല ഭംഗിയുള്ള, നല്ല അതായത് കുളമോ അല്ലെങ്കിൽ നല്ല ലേക്കോ, മനോഹരമുള്ള തടാകത്തിൽ ഒരുപാട് താമരയൊക്കെ ഉണ്ടെങ്കിൽ ഹംസം ഹാപ്പിയാണ്. ഹംസം അങ്ങനെയുള്ള സ്ഥലത്തേ ഉണ്ടാവുള്ളൂ. ഹംസം ചെയ്യുന്നത് എന്താണ്? ഹംസത്തിൻ്റെ കഴുത്ത് താമരയുടെ തണ്ടുകളുണ്ടാവും, താമരയുടെ വള്ളികളുണ്ടാവും. വള്ളികളുടെ ഇടയിൽ ഇങ്ങനെ കുരുക്കി ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഹംസത്തിന്. അപ്പോൾ ഹംസത്തിൻ്റെ വേറെ പ്രത്യേകത അതാണ്. അപ്പോൾ താമര എന്ന് പറയുമ്പോൾ നമ്മുടെ ഭഗവാന്റെ പ്രിയപ്പെട്ട അതാണ്. അപ്പോൾ ഹംസങ്ങൾ, അതായത് ഹംസം എങ്ങനെയാണോ താമരയുടെ തണ്ടിലിങ്ങനെ തല ചേർത്ത് അല്ലെങ്കിൽ തല കെട്ടുവണങ്ങി ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്, അതേപോലെ ആയിരിക്കണം ഭക്തർ ഭഗവാന്റെ ശ്രീചരണങ്ങളിൽ ഇങ്ങനെ ചുറ്റിയിരിക്കണം ഹംസത്തെ പോലെ. അതാണ് ശുദ്ധഭക്തരുടെ അവസ്ഥ. ശുദ്ധഭക്തർ ഹംസത്തെ പോലെയാണ്. അപ്പോൾ ശുദ്ധഭക്തരെ ഹംസവുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ പല കമ്പാരിസണിൽ ഒരു കമ്പാരിസൺ ഇതാണ്. അതായത് എങ്ങനെയാണോ ഹംസം താമരയിൽ ഇങ്ങനെ ചുറ്റിയിരിക്കുന്നത്, അതേപോലെ ഭഗവാന്റെ പരിശുദ്ധ ഭക്തർ എപ്പോഴും ഭഗവാന്റെ ശ്രീചരണങ്ങളിൽ ഇങ്ങനെ ചുറ്റിയിരിക്കാൻ, അല്ലെങ്കിൽ ഭഗവാന്റെ ശ്രീപാദ ചരണങ്ങൾ സേവനം ചെയ്തുകൊണ്ടിരിക്കാൻ അവർ ആഗ്രഹിക്കുന്നു, എപ്പോഴും ചേർന്ന് നിൽക്കുന്നു. അതൊരു പ്രത്യേകതയാണ്. പിന്നെ പറഞ്ഞതുപോലെ ഹംസം ഇരിക്കുന്ന സ്ഥലം നല്ല സ്ഥലമാണ്. അല്ലെങ്കിൽ അവർ അങ്ങനെ അഴുക്കും അല്ലെങ്കിൽ വേസ്റ്റുള്ള സ്ഥലത്തൊന്നും അവർ പോയില്ല. എന്നാൽ കാക്കയാണെങ്കിൽ എത്ര നല്ല ഒരു സ്ഥലം കൊടുത്താലും കാക്കയ്ക്ക് താല്പര്യം ഉണ്ടാവില്ല അവിടെ പോകാൻ. അതായത്
കാക്കയ്ക്ക് നല്ല ചപ്പൻ ഭോഗ ഓഫർ ചെയ്താൽ കാക്ക ചിലപ്പോൾ എടുക്കില്ല. നേരെ മറിച്ച് കാക്കയ്ക്ക് പോകാൻ താല്പര്യം ഗാർബേജിലേക്കായിരിക്കും. ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അട്രാക്ഷൻ അങ്ങനെയാണ് അല്ലേ. ഇതാണ് ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസമുണ്ട് ഈ രണ്ട് കാക്കയ്ക്കും അരയന്നത്തിനും. വളരെ പ്രത്യേകതയുള്ള രണ്ട് എക്സ്ട്രീം, രണ്ട് സ്വഭാവമുള്ള പക്ഷികൾ. ഇവരുടെ ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം ആക്ച്വലി. അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ ഈ ഒരു സെക്ഷനിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ഇവിടെ ഈ ഒരു കോണ്ടെക്സ്റ്റ് പറയുമ്പോൾ വായസതീർത്ഥം എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ച് പറയാത്ത ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ പുസ്തകങ്ങൾ, അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. എന്നാൽ ഭൗതികവാദികൾ, ഭൗതിക തലത്തിൽ ചിന്തിക്കുന്ന, ഇന്ദ്രിയ സുഖഭോഗങ്ങൾ മാത്രം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെയാണ് വലിയ കാര്യം. അങ്ങനെയുള്ളവർ കാക്കയുടെ സ്വഭാവമാണ്. കാര്യം ഇങ്ങനെയുള്ള ഇന്ദ്രിയ സുഖങ്ങൾക്ക് അതിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് പോകും, അവരേക്ക് ഓടിപ്പോവും. അപ്പോൾ കാക്ക തീർത്ഥാടനത്തിന് പോകുന്ന പോലെയാണ് അവരുടെ അവസ്ഥ. എന്നാൽ ഭഗവാന്റെ ഭക്തരാണെങ്കിൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുക പോലുമില്ല. ഇവിടെ പ്രഭുപാദ് പറയുന്നു ഭാവാർത്ഥത്തിൽ, അദ്ദേഹം പറയുന്നത് എത്ര ഭംഗിയുള്ള ഭാഷയിൽ, എത്ര ഭംഗിയുള്ള ലാംഗ്വേജ് ഉപയോഗിച്ചോ, അല്ലെങ്കിൽ നല്ല ചട്ടയും നല്ല ഭംഗിയുള്ള പുസ്തകമൊക്കെ നമ്മൾ പബ്ലിഷ് ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു, അല്ലെങ്കിൽ അതിനെ പ്രിൻ്റ് ചെയ്തു, ഭംഗിയായി, എല്ലാം വളരെ ഭംഗിയാണ് പ്രസൻറ്റേഷനൊക്കെ. പക്ഷെ അതിൽ ഭഗവാനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ, പ്രഭുപാദ് ഇവിടെ കൊടുക്കുന്ന ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, ഈവൻ പോയട്രി, മനോഹരമായിട്ടുള്ള കവിതകളും എഴുതിയിട്ടുണ്ട്, മനോഹരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഭഗവാനെ സ്തുതിക്കുന്ന കാര്യങ്ങൾ ഇല്ലെങ്കിൽ, ഭഗവാനെ സ്തുതിക്കുന്നില്ലെങ്കിൽ, വെറും ശവശരീരത്തെ നമ്മൾ മേക്കപ്പ് ഇട്ട് കൊടുക്കുന്ന പോലെയാണ് എന്ന് പറയുന്നത്, ഡെക്കറേറ്റ് ചെയ്ത പോലെയാണെന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല, ഒരു പ്രയോജനമില്ല, അതാണ് പറയുന്നത്. അപ്പോൾ പ്രഭുപാദ് പറയുന്നു, അതുകൊണ്ട് കാക്കയെ പോലെ ആവരുത്, ഹംസത്തെ പോലെ ആവണം. ഹംസം എങ്ങനെയാണ്? അവരുടെ താല്പര്യം എപ്പോഴും ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഭക്തരുടെ താല്പര്യം എപ്പോഴും ഭഗവാനെക്കുറിച്ച് കേൾക്കുവാൻ, ഭഗവാനെ എവിടെയാണോ സ്തുതിക്കുന്നത് അത് അവർ ഇഷ്ടപ്പെടുന്നു, അവരുടെ മനസ്സ് അവിടേക്ക് പോകുന്നു. അപ്പോൾ അതായിരിക്കണം, ആ ഒരു കാര്യമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്ന് പ്രഭുപാദ് ഇവിടെ എടുത്തു പറയുന്നു. യെസ്, വേറൊരു കാര്യം കൂടെ ആചാര്യൻ ശ്രീധർ സ്വാമി പറയുന്നത് ഇവിടെ പറയുന്നു. അതായത് ഇങ്ങനെയുള്ള ഭൗതിക തലത്തിലുള്ള കൃതികളോ അല്ലെങ്കിൽ പുസ്തകങ്ങളുടെ പുറകിൽ പോകുന്ന ആളുകൾ ശരിക്കും പറയുകയാണെങ്കിൽ വേശ്യ സ്ത്രീകളുടെ അടുത്ത് പോകുന്ന പോലെയാണെന്ന് പറയുന്നത് ആചാര്യന്മാർ. ഇത് ഞാൻ പറഞ്ഞതല്ല, പ്രഭുപാദ് ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. ശ്രീധർ സ്വാമി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. കാര്യം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രയോജനമില്ലാത്ത അഴുക്കായിട്ടുള്ളതാണ്, ഭഗവാനിൽ നിന്ന് അകറ്റുന്ന കാര്യങ്ങളാണ്. അത് വളരെ അപകടം പിടിച്ചതാണത്. നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇന്നും ഇന്നലെയല്ല, കാലാകാലങ്ങളായിട്ട് നമ്മളിവിടെ പെട്ടിരിക്കുന്നത് ഇങ്ങനെ പല സംഭവങ്ങളുടെയും പുറകിൽ നമ്മൾ പോയിട്ടാണ്. ഭഗവാനെ മറക്കാനുള്ള അവസരങ്ങളെ ഇവിടെ ഉള്ളൂ, അതിൻ്റെ പുറകിലൊക്കെ നമ്മൾ ഓടി 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 പോയിട്ടുണ്ട്. അങ്ങനെ പോയി ഈ ഒരു അവസ്ഥയിലായി നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ആചാര്യന്മാർ, കാര്യം ഇവരൊക്കെ ശുദ്ധഭക്തരാണ്, ആചാര്യന്മാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർ മാക്സിമം അതിനെ മോശമായിട്ട് തന്നെ ചിത്രീകരിക്കും. അങ്ങനെ തന്നെയാണ്, സത്യമാണത്. നമ്മളെ ഭഗവാനിൽ നിന്ന് അകറ്റുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. ഭഗവാനെക്കുറിച്ച് പറയുന്നത് മാത്രം നമ്മൾ സ്വീകരിക്കുക, അതാണ് പരമഹംസരുടെ ഭാവം. പ്രഭുപാദ് പറയുന്നു, അങ്ങനെയുള്ള ഭക്തർക്കാണെങ്കിൽ ഇങ്ങനെയുള്ള വായസതീർത്ഥം അവരുടെ ഡിക്ഷണറിയിലുള്ളതല്ല. ഇനി നോക്കാം അടുത്ത ശ്ലോകത്തിൽ എങ്ങനെയുള്ള, അതായത് ഇവിടെ പറയുന്ന അതീന്ദ്രിയ തലത്തിലുള്ള ഗ്രന്ഥങ്ങളെക്കുറിച്ചാണ് 11 പറയുന്നത്. തത്വാഗ്വിസർഗോ ജനദാഗ വിപ്ലവോ യസ്മിൻ പ്രതിശ്ലോകമബദ്ധവത്യപി നാമാനി അനന്തസ്യ യശോങ്കിതാനി യത് ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവഃ. യെസ്, മംഗളപ്രദ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി, കേൾക്കണ്ടോ? യെസ്, ശ്ലോകം. ഓക്കെ. ഹരേ കൃഷ്ണ.
तद्वाक्य सर्गो जनथा विप्लवो यस्मिन् प्रतिश्लोकमबद्धवत्यपि नामान्यनन्दस्य यशोऽङ्कितानि या शृण्वन्ति गायन्ति गृह्णन्ति साधवा. ഹരേ കൃഷ്ണ. വിവർത്തനം വായിക്കണം പ്രഭുജി. യെസ്. വിവർത്തനം. ദിവ്യപൂജ്യ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ജയ് ശ്രീല പ്രഭുപാദ്. അനന്ത പരമ ഭഗവാന്റെ നാമം, യശസ്, രൂപങ്ങൾ, ലീലകൾ തുടങ്ങിയവ അതീന്ദ്രിയ മഹാത്മ്യങ്ങളുടെ വിശദ വർണ്ണനകളാൽ സമ്പൂർണമായ ആ സാഹിത്യം ഒരു നവീന സൃഷ്ടിയാകുന്നു. മാത്രവുമല്ല, ഈ ലോകത്തിലെ മാർഗഭ്രംശം സംഭവിച്ച ഈശ്വര ഭക്തി ഇല്ലാത്ത പ്രാണങ്ങളിൽ അതീന്ദ്രിയ പദകോശങ്ങളാൽ സമൃദ്ധമായ ആ നൂതന സൃഷ്ടി വിപ്ലവകരമായ സമൂഹ പരിവർത്തനം നടപ്പിൽ വരുത്തി നേരായ മാർഗത്തിൽ നയിക്കുന്നു. അത്തരം അതീന്ദ്രിയ സാഹിത്യങ്ങൾ അപൂർണമായി രചിക്കപ്പെട്ടവ ആണെങ്കിലും പൂർണമായും നിഷ്കാപട്യക്കാരായ പരിശുദ്ധ ആത്മാക്കൾ അവയെ ശ്രവിക്കുകയും ആലപിക്കുകയും സ്വീകരിച്ച് അംഗീകരിക്കുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. താങ്ക് യു മാതാജി. ഇപ്പോൾ ഇവിടെ പറയുന്നു അതീന്ദ്രിയ തലത്തിലുള്ള ഗ്രന്ഥങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ വായസ തീർത്ഥമെന്ന് പറഞ്ഞു, ഭൗതിക തലത്തിലുള്ളത്. ഇവിടെ അതീന്ദ്രിയ തലത്തിലുള്ളത്, അതായത് ഭഗവാനെക്കുറിച്ച്, ഭഗവാന്റെ നാമരൂപ ഗുണ ലീലകളെക്കുറിച്ച് വർണ്ണിക്കുന്ന ഗ്രന്ഥങ്ങൾ. എങ്ങനെയാണെന്ന് പറയുന്നത്, ഈ ലോകം മുഴുവനും മാറ്റിമറിക്കാനുള്ള, ഈ ലോകത്തെ മുഴുവനും തിരുത്താൻ അല്ലെങ്കിൽ ലോകത്തിലെ ആളുകളെയെല്ലാം ഭക്തരാക്കാനുള്ള ശക്തിയുണ്ട് ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾക്ക്. അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ ഏതെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അതിൽ ഏതെങ്കിലും കുറവുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രാമറിലോ അതിൻ്റെ പ്രസൻറ്റേഷനിലോ അല്ലെങ്കിൽ അതിൻ്റെ ഛന്ദ മീറ്ററിലോ എന്തെങ്കിലും കുറവുകളോ അല്ലെങ്കിൽ അതിൻ്റെ ഉച്ചാരണമോ എന്തെങ്കിലും വാട്ടെവർ കുറവുകളുണ്ടെങ്കിലും അവിടെ അതിന് ഒരു പ്രസക്തിയില്ല. കാര്യം പ്രസക്തി എന്തിനാണ്, പ്രാധാന്യം എന്തിനാണുള്ളത്? ഭഗവാനെ സ്തുതിക്കുന്നുണ്ടോ, ഭഗവാനെ ഗുണരൂപ ലീലയെക്കുറിച്ച് പറയുന്നുണ്ടോ, അത് മതി. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ ആരാണ് ആസ്വദിക്കുന്നത്, ആരാണ് അംഗീകരിക്കുന്നത്? അതായത് ഭക്തർ, ശുദ്ധരായിട്ടുള്ളവർ, അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ, അതീന്ദ്രിയതയിലുള്ള ഗ്രന്ഥങ്ങൾ കേൾക്കുകയും പാടുകയും അവർ പൂർണ്ണമായിട്ടും അതിനെ സ്വീകരിക്കുന്നു. എന്നാൽ ഈ പറയുന്ന ശുദ്ധർ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ കാര്യത്തെ റിജക്റ്റ് ചെയ്യുന്നു, അവർക്കതിന് താല്പര്യമില്ല. ശീല വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ, അദ്ദേഹവും ശ്രീധർ സ്വാമിയൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാവാർത്ഥത്തിൽ പറയുന്നത് ഇതാണ്. തത് വാഗ്വിസർഗ, ഈ ശ്ലോകങ്ങളെല്ലാം അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഓരോ വാക്കുകളാവട്ടെ കഥകളാവട്ടെ, ഭഗവാനെക്കുറിച്ച് ശീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ പറയുന്നത് അങ്ങനെയാണ്. അതായത് വാക്കുകളാവട്ടെ കഥകളാവട്ടെ ഇതെല്ലാം ഒരുപാട് ശക്തിയുള്ളതാണ്. എല്ലാവരുടെയും പാപങ്ങളെ പൂർണ്ണമായിട്ടും എടുത്ത് കളയാൻ വേണ്ടി, നശിപ്പിക്കാനുള്ള ശക്തിയുണ്ട് ഇതിനെല്ലാം. അത് കാരണം എന്താ, അത് ചിലപ്പോൾ അതിൻ്റെ കോമ്പോസിഷൻ ഒരുപക്ഷെ പെർഫെക്റ്റ് ആയിക്കൊള്ളുന്നില്ല. എന്നാൽ പ്രതിശ്ലോകം അബദ്ധവതി, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവാം, എന്നാൽ അതിന് ഒരുപാട് ശക്തിയുണ്ടെന്ന് പറയുന്നു. ഒരുപാട് ശക്തി എന്താണ് കാരണം? ഭഗവാന്റെ നാമം, രൂപ, ഗുണ ലീലകളെക്കുറിച്ച് അവിടെ വർണ്ണിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന് അപാര ശക്തിയാണ്. അവിടെ ഗ്രാമറിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ പ്രാധാന്യമില്ല എന്ന് നമ്മുടെ ആചാര്യന്മാർ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ശ്രീല പ്രഭുപാദ് പറയുന്നു അദ്ദേഹത്തിൻ്റെ ഭാവാർത്ഥത്തിൽ, ബുദ്ധിയുള്ള ആളുകൾ വിഷം കൊടുത്താൽ അതിൽ നിന്ന് അമൃതെടുക്കുന്നു. അത് ഒരു ക്വാളിറ്റിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഹംസത്തിൻ്റെ ക്വാളിറ്റി. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും കുറവുകളോ, നേരത്തെ ഈ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും അവർ നോക്കുന്നില്ല. അവർ നോക്കുന്നത് അതിലെന്താണ് മെയിൻ തീം, എന്താണ് മെയിൻ കണ്ടൻറ്, എന്താണ് അതിനെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല വിഷയം. അപ്പോൾ അതുകൊണ്ട് നമ്മളും ഒരു കാര്യം മനസ്സിലാക്കണം,
സംസ്കൃതം പഠിക്കുക, ശ്ലോകങ്ങൾ നല്ല ഉച്ചാരണത്തിൽ ചൊല്ലുക എന്നുള്ളത് നമുക്ക് സാധിക്കുന്നെങ്കിൽ നല്ല കാര്യമാണ്, ഗംഭീരമാണ്. നമുക്ക് നല്ല രീതിയിൽ ഭഗവാനെ സ്തുതിച്ചിട്ടുള്ള ശ്ലോകങ്ങൾ നല്ല ഭംഗിയായിട്ട്, നല്ല ട്യൂണിൽ, നല്ല മെലഡിയിൽ, നല്ല പ്രൊനൗൺസിയേഷനോടുകൂടി, ഉച്ചാരണത്തോടുകൂടി നമുക്ക് ചൊല്ലാൻ സാധിച്ചാൽ ഗംഭീരമാണ്, ഒരു സംശയവും വേണ്ട. പക്ഷേ അതിൽ മാത്രം കാര്യം ഇരിക്കുന്നില്ല. നല്ല ഉച്ചാരണത്തോടുകൂടി, നല്ല ഭംഗിയായിട്ട്, നല്ല മെലഡിയായിട്ട് നമ്മൾ ശ്ലോകം ചൊല്ലുന്നു, കീർത്തനം ചൊല്ലുന്നു. പക്ഷേ ഉള്ളിൽ ഭാവമില്ലെങ്കിലോ, ഉള്ളിൽ നമുക്ക് അഹങ്കാരമാണെങ്കിലോ, ഞാൻ എല്ലാവരേക്കാൾ നന്നായി ചെയ്യുന്നു എന്നുള്ള അഹങ്കാരം ഉണ്ടെങ്കിൽ അവിടെ പോയി, മാർക്ക് പോയി, പൂജ്യമാണ് കിട്ടാൻ പോകുന്നത്. നേരെ മറിച്ച് നമ്മുടെ ഭാവം, കോൺഷ്യസ്നസ്, ബോധം ശരിയാണെങ്കിൽ അവിടെ തെറ്റായി ചൊല്ലിയാലും നമ്മൾ ആ ഒരു ഉദാഹരണം ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ശ്രീരംഗം ക്ഷേത്രത്തിൽ ചൈതന്യ മഹാപ്രഭു വന്നപ്പോൾ ഭഗവത്ഗീത വായിക്കുന്ന ബ്രാഹ്മണനെ കുറിച്ച്. അപ്പോൾ അതിൽ കാര്യം എന്താണ്? അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുള്ള ഭാവത്തിലാണ് കാര്യം ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ആചാര്യൻ എന്തെങ്കിലും കമ്പോസ് ചെയ്യുമ്പോൾ, ശുദ്ധഭക്തൻ എഴുതുമ്പോൾ, അതിൽ അവരുടെ ഭാവമാണ് നമ്മൾ നോക്കേണ്ടത്. ഏത് ഭാവത്തിലാണ് അവർ എഴുതിയിട്ടുള്ളത്, അതിലാണ് കാര്യം ഇരിക്കുന്നത്. അതിൻ്റെ പ്രസൻറ്റേഷൻ ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് സ്കോളർലി ആയിട്ടോ ഒരുപാട് ഇൻ്റലക്ച്വലായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി കാണാൻ പാടില്ല. ഭക്തിയുടെ കാര്യങ്ങൾ, ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഹൃദയം കൊണ്ടാണ് കാണേണ്ടത്, അല്ലാതെ ബുദ്ധി മാത്രമല്ല ബുദ്ധി ഉപയോഗിച്ചല്ല കാണേണ്ടത്. ബുദ്ധിയിലൂടെ കാണുമ്പോൾ ചിലപ്പോൾ നല്ല സ്കോളറായിട്ടുള്ള ആളുകൾ തെറ്റുകൾ കണ്ടുപിടിക്കും. അങ്ങനെയല്ല, ഇതെങ്ങനെയാണ്, ഇതങ്ങനെയല്ല, അങ്ങനെയാണ്, ഇങ്ങനെയല്ല ചൊല്ലേണ്ടത്, ഇങ്ങനെയല്ല ഈ വാക്കിൻ്റെ അർത്ഥം. ഓഫ് കോഴ്സ് തെറ്റാണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ശ്രദ്ധ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അല്ല പോവേണ്ടത്. അപ്പോൾ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ കാക്കയുടെ സ്വഭാവമാണ് നമുക്ക്. ഭഗവാൻ അവിടെ ഇരുന്ന് ഗോലക വൃന്ദാവനത്തിലിരുന്ന് നമ്മുടെ ഉച്ചാരണവും സംസ്കൃതവും ഒന്നും പാണ്ഡിത്യമൊന്നും നോക്കുന്നില്ല. ഹൃദയത്തിൽ ഭക്തിയുണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് സീറ്റുണ്ട്, ഇല്ലെങ്കിൽ അങ്ങോട്ട് എൻട്രി ഇല്ല. അപ്പോൾ ഡെവലപ്പ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള ക്വാളിറ്റീസാണ്. പക്ഷേ കൂട്ടത്തിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഗംഭീരം. അങ്ങനെ കഴിവുള്ള ഒരുപാട് ഭക്തരുണ്ട്. അവരൊക്കെ അവരുടെ മുമ്പിൽ നമ്മൾ നമിക്കണം. കാര്യം അവർക്ക് ഭഗവാൻ സംസ്കൃതവും ഉച്ചാരണവും സംഗീതവും ഭക്തിയും പ്രസൻറ്റേഷൻ സ്കില്ലും എല്ലാം ഒരുമിച്ച് കൊടുത്ത ഭക്തരുമുണ്ട്, ഓൾറൗണ്ടറായിട്ടുള്ള ആളുകളുമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഭാഗ്യം, വളരെ നല്ലത്. അതെല്ലാം ഭഗവാന്റെ സർവീസിൽ ഉപയോഗിക്കുക. പക്ഷേ അഹങ്കാരം വരാതെ നോക്കണമെന്ന് മാത്രം. അഹങ്കാരം വരാൻ എളുപ്പമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആളുകൾ അങ്ങനെയുള്ള ആളുകളെ അക്സെപ്റ്റ് ചെയ്യും. ആളുകൾ അങ്ങനെയുള്ള ആളുകളെ, അതായത് ചുറ്റുമുള്ള ആളുകൾ അവർക്ക് കയ്യടി കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യും. ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇനി അത് സാധിച്ചില്ലെങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം. അതാണ് നമ്മുടെ പ്രാക്ടിക്കൽ ലെസൺ. ഇപ്പോൾ പ്രഭുപാദ് പറയുന്നത് ശ്രീമദ് ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങളിൽ ഭഗവാന്റെ നാമഗുണ രൂപലീലയെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളാണ് നമ്മൾ പ്രചരിപ്പിക്കേണ്ടത്, മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത്. ശ്രീമദ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, ലോകമെമ്പാടും വായസ് തീർത്ഥമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ നമ്മൾ ഇറങ്ങി ഈ ശ്രീമദ് ഭാഗവതം യദ് വൈഷ്ണവാനാം പ്രിയം, വൈഷ്ണവരുടെ പ്രിയമായിട്ടുള്ള ശ്രീമദ് ഭാഗവതത്തെ നമുക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളത് പ്രഭുപാദ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഇവിടെ. അതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുവാൻ വേണ്ടി നമ്മളെല്ലാവരും ചേർന്ന് ഒരു ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വേണം ഭാഗവതത്തെ പ്രചരിപ്പിക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ ഒരു ക്ലാസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പേര് ഇവിടെ ഉണ്ട്, എല്ലാ ദിവസവും സ്ഥിരമായിട്ട് ഭാഗവതം പഠിക്കാൻ വരുന്നു. പക്ഷേ ഇല്ലാത്ത എത്ര ആളുകളുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ഇല്ലാത്ത ആളുകളല്ലേ കൂടുതൽ, വരാത്ത ആളുകളാണ് കൂടുതൽ. ഒരു പക്ഷേ ഇതിനും കൂടുതൽ ആളുകൾ ചിലപ്പോൾ ഇത് പല ആളുകളും കാണുന്നുണ്ടാവും. അതായത് ഇതിൻ്റെ ലിങ്ക് കാണുന്നുണ്ടാവും, മെസ്സേജ് വരുന്നുണ്ടാവും, ചിലപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഗ്രൂപ്പിലുണ്ടാവും. പക്ഷെ എത്ര പേര് അറ്റൻഡ് ചെയ്യുന്നുണ്ട്? അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ എത്ര ഉണ്ട്? ആത്മാർത്ഥതയോടുകൂടി പഠിക്കാൻ എത്ര പേര് ശ്രമിക്കുന്നുണ്ട്? അപ്പോൾ ഇതിനൊക്കെ ഭഗവാന്റെ കൃപയും വൈഷ്ണവരുടെ അനുഗ്രഹവും ആവശ്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ
ഫോൾട്ട് ഫൈൻഡിങ് മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്താ പറയുക, അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള അനർത്ഥങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഭഗവാന്റെ കൃപ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് എല്ലാവർക്കും ഒരേപോലെ കൃപയുണ്ട്. ഭഗവാന്റെ മഹാകൃപ എല്ലാവരിലും മുകളിലും ഉണ്ട്. പക്ഷേ അതിനെ നമുക്ക് മനസ്സിലാക്കണ്ടേ? മനസ്സിലാക്കണമെങ്കിൽ അതിനും അനുഗ്രഹം വേണം. അതായത് ഇത് ഭഗവാന്റെ കൃപ സമോഹം സർവഭൂതേഷു ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അപ്പോൾ കൃപ എല്ലാവർക്കും വരുന്നു, ഒരേപോലെ ലോകത്തിലുള്ള എല്ലാവർക്കും അവസരമുണ്ട്. ആരും ഇതിനെ മൂടി വച്ചിട്ടില്ല. ഭാഗവതത്തെ മൂടി വയ്ക്കുന്നില്ല, ചൈതന്യ ചരിതാമൃതം ഭഗവത്ഗീത ആരും മൂടി വയ്ക്കുന്നില്ല. ഇത് ഓപ്പണാണ്, ഓപ്പൺലി അവൈലബിൾ ആണ് എല്ലാവർക്കും. ആരും ഇതിനെ സീക്രട്ടായിട്ട് ചെയ്യുന്നതല്ല, അല്ലേ? എല്ലാവർക്കും അവൈലബിൾ ആണ്. പക്ഷെ എത്ര പേര് ആ ഒരു അവസരം എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് അവർ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. അതിലാണ് കാര്യം ഇരിക്കുന്നത്. അപ്പോൾ പ്രഭുപാദ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോരുത്തരും ഇതിനു വേണ്ടി ശ്രമിക്കണം. മറ്റുള്ളവരുടെ ക്ഷേമം അവരുടെ നന്മയ്ക്ക് വേണ്ടി മറ്റുള്ളവരിലേക്ക് ശ്രീമദ് ഭാഗവതത്തെ എത്തിക്കുവാൻ, ഹരിനാമത്തെ എത്തിക്കുവാൻ നമ്മൾ ഓരോരുത്തരും പറ്റുന്ന രീതിയിൽ ശ്രമിക്കണം എന്നുള്ളതാണ് പ്രഭുപാദ് പറയുന്നത്. കാര്യം വായസതീർത്ഥമായിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളും ഒരുപാട് സംഭവങ്ങളും ഈ ലോകത്തുണ്ട്. എന്നാൽ അതിൻ്റെ ഇടയിൽ ഭാഗവതത്തെ നമ്മൾ കൊണ്ടുവന്ന് വേസ്റ്റ് ആയിട്ടുള്ള ആവശ്യമില്ലാത്തതിനെ മാറ്റണം എന്നുള്ളതാണ് പറയുന്നത്. വലിയൊരു ടാസ്ക്കാണ്, എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. കൂടുതൽ ആളുകളെ പ്രോത്സാഹിപ്പിക്കുക, ഭാഗവതം കേൾക്കുവാനും ഭാഗവതം പഠിക്കുവാനും. നമ്മൾ ഓരോരുത്തരും, ഇവിടെയുള്ള ആളുകൾ, നമ്മൾ ഇവിടെ ഇല്ലാത്ത ആളുകൾക്ക് അവസരം കൊടുക്കണം. അവരോട് പറയുക, അങ്ങനെ ഇങ്ങനെ സംഭവമുണ്ട്, ഭാഗവതം വായിക്കുന്നുണ്ട്, കാലത്ത് ഭഗവത്ഗീത, ഭാഗവതം, നാമജപം, കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, വന്നൂടെ, നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൂടെ? എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തരുടെയും നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവും, അല്ലേ? നമ്മൾ പല രീതിയിലും പ്രീച്ച് ചെയ്യേണ്ടി വരും. ഭക്തി ചിലപ്പോൾ ഐശ്വര്യത്തെക്കുറിച്ചും, ചില ആളുകൾക്ക് അങ്ങനെയുള്ള ഭൗതിക തലത്തിലുള്ള നേട്ടങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ താല്പര്യം ഉണ്ടാവുന്നത്. പക്ഷെ എന്താണെങ്കിലും ഒരു പ്രാവശ്യം ഈ ഭക്തി മാർഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒന്ന് ആ ഭക്തിയുടെ ആ ഒരു ടച്ച് അവർക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സ്ലോലി മാറും, ഗ്രാജുവലി മാറും. മാറാത്ത പ്രശ്നമൊന്നുമില്ല, വരാത്തതിൻ്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രഭുപാദ് ഇവിടെ ഭാവാർത്ഥത്തിൽ പല ഭാഗത്തായിട്ട് എടുത്തു പറയുന്നുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ഗ്രന്ഥത്തെ അല്ലെങ്കിൽ ഭാഗവതത്തെ നമുക്ക് എല്ലായിടത്തും എത്തിക്കേണ്ടതായിട്ടുള്ളത് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമുക്ക് പറ്റുന്ന കപ്പാസിറ്റിയിൽ ഭാഗവതത്തെ പ്രചരിപ്പിക്കാൻ നോക്കുക. വേറൊരു ഉദാഹരണം പ്രഭുപാദ് ഇവിടെ പറയുന്നത്, മഞ്ഞപ്പിത്തം വന്ന ആളുകൾക്ക് മധുരം കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ മിഠായി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് മധുരമായിട്ട് തോന്നുന്നില്ല, നേരെ മറിച്ച് കയപ്പായിട്ടാണ് തോന്നുന്നത്. അതേപോലെ ഇന്നത്തെ ലോകത്തിലെ ആളുകൾക്ക് ഭഗവത്ഗീതയും ഭാഗവതവും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. കാര്യം എല്ലാവരും മഞ്ഞപ്പിത്തം വന്ന അവസ്ഥയിലാണ്. ഇന്ദ്രിയ സുഖങ്ങളുടെ മഞ്ഞപ്പിത്തം, ഇന്ദ്രിയ സുഖങ്ങൾ കാരണം വന്നിട്ടുള്ള അസുഖമാണ്. ഇന്ദ്രിയ സുഖമാവുന്ന മഞ്ഞപ്പിത്തം. അതുകൊണ്ട് നല്ലത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ശ്രീപാദ് നാരദമുനിയെപ്പോലുള്ള ആചാര്യന്മാർ, അങ്ങനെയുള്ള ആചാര്യന്മാരും നമ്മുടെ പ്രഭുപാദും അങ്ങനെയുള്ള ആചാര്യന്മാരുടെയും മഹാകൃപയുണ്ടെങ്കിൽ ജോണ്ടിസ് ഉള്ള ആളുകൾക്കും മഞ്ഞപ്പിത്തമുള്ള ആളുകളിലേക്കും ഇത് കയറാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നതുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. രക്ഷപ്പെട്ടു എന്ന് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കില്ല, എന്നാലും അറ്റ്ലീസ്റ്റ് നമ്മളിവിടെ ഇരിക്കുന്നത്. മഞ്ഞപ്പിത്തം ബാധിച്ച ആളുകളായിരുന്നു നമ്മൾ ഓരോരുത്തരും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ, അതിനും ഒരു മടിയും വേണ്ട അത് പറയാൻ. അഭിമാനത്തോടു കൂടി പറയാവുന്ന ഒരു കാര്യമാണ്. മഞ്ഞപ്പിത്തം വന്നിട്ടുള്ള ആൾക്കാരായിരുന്നു, ഇന്ദ്രിയ സുഖങ്ങളായിരുന്നു നമ്മുടെ ലക്ഷ്യം, ഈ ജന്മത്തിൽ മാത്രമല്ല ജന്മജന്മാന്തരങ്ങളായിട്ട്. എന്നാൽ വൈഷ്ണവരുടെ മഹാകൃപ കൊണ്ടും ഭഗവാന്റെ കൃപ കൊണ്ടും നമുക്ക് ഇത്രയും സാധിച്ചു. അപ്പോൾ സാധിച്ചതുകൊണ്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ് മറ്റുള്ളവർക്ക് ഇത് കൊടുക്കുക എന്നുള്ളത്. അതിനും വലിയൊരു ചാരിറ്റി അല്ലെങ്കിൽ അതിനും വലിയൊരു ദാനമില്ല. ഭഗവാനെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ വലിയ ദാനം ഒന്നുമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ദാനമാണ്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഇവിടെ പ്രഭുപാദ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, അടുത്ത ശ്ലോകത്തിന് സമയമുണ്ടോ നോക്കട്ടെ. യെസ്, ഒരു ശ്ലോകം കൂടെ നമുക്ക് നോക്കാം.
നൈഷ്കർമ്മമപ്യച്യുതഭാവവർജിതം ന ശോഭതേ ജ്ഞാനമലം നിരഞ്ജനം കുത കുത പുനഃ ശാശ്വതഭദ്രമീശ്വരേ കുത പുനഃ ശാശ്വതഭദ്രമീശ്വരേ ന ചാർപ്പിതം കർമ്മ യദപ്യ അകാരണം ശ്ലോകം വായിക്കാം. യെസ്, വസന്ത മാതാജി. നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 12. നൈഷ്കർമ്മ്യമപ്യുച്യുതഭാവവർജിതം ന ശോഭതേ ജ്ഞാനമലം നിരഞ്ജനം കുത പുനഃ ശാശ്വതഭദ്രമീശ്വരേ ന ചാർപ്പിതം കർമ്മ യദപ്യകാരണം. ഹരേ കൃഷ്ണ. വിവർത്തനം. ശ്രീല പ്രഭാത് കി ജയ്. അപ്രമാദഗതിയായ ഭഗവത് തത്വങ്ങൾ ശൂന്യമാക്കപ്പെട്ട ആത്മസാക്ഷാത്കാര ജ്ഞാനം സർവ ഭൗതിക അഭിനിവേശങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ടവയാണെങ്കിലും സാമോദമായി നിർണയിക്കപ്പെടുന്നില്ല. പ്രകൃത്യാ തന്നെ ആരംഭം മുതൽ വേദനാജനകവും കഠോരവും സ്വഭാവത്താൽ ക്ഷണികവുമായ കർമ്മങ്ങളെ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിനായി വിനിയോഗിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവയാൽ എന്ത് പ്രയോജനമാണ് ഉള്ളത്? ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ പറയുന്നത് ജ്ഞാനത്തെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും. ജ്ഞാനവും കർമ്മവും അതിൽ ഭക്തിയുടെ ഒരു 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 ടച്ച് ഇല്ലെങ്കിൽ, ഭക്തി ഇല്ലെങ്കിൽ കുറച്ചെങ്കിലും ജ്ഞാനവും കർമ്മവും രണ്ടും അത് വർക്കാവില്ല എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതുകൊണ്ട് ആത്മസാക്ഷാത്കാരം നേടാൻ സാധിക്കില്ല. ഇപ്പോൾ ജ്ഞാനയോഗ കർമ്മയോഗ എന്ന് നമ്മൾ പറയും അല്ലേ? ഇപ്പം ജ്ഞാനയോഗത്തിലും കർമ്മയോഗത്തിലും അഷ്ടാംഗയോഗത്തിലും ഈ 4, പിന്നെ ഭക്തിയോഗം, 4 കാര്യങ്ങളാണ് നമ്മൾ ഭഗവത്ഗീതയിൽ പഠിക്കുന്നത്. അപ്പോൾ ഭക്തിയോഗ ഡയറക്റ്റ് പ്രോസസ്സാണ്. ബാക്കിയുള്ള 3ഉം തീർച്ചയായിട്ടും ആത്മസാക്ഷാത്കാരത്തിനുള്ള മാർഗങ്ങളാണ്. എന്നാലും എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രശ്നം അല്ലെങ്കിൽ കുറവ് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള മാർഗങ്ങളുടെ കുറവ് ജ്ഞാനയോഗം അല്ലെങ്കിൽ കർമ്മയോഗത്തിൻ്റെയും അഷ്ടാംഗയോഗത്തിൻ്റെയും ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഭക്തി ഇല്ലെങ്കിൽ, അതിൽ ഭക്തിയുടെ എലമെൻ്റ് ഇല്ലെങ്കിൽ, കുറച്ചെങ്കിലും ഭക്തിയുടെ ടച്ച് ഇല്ലെങ്കിൽ അത് വർക്കാവില്ല. അതാണ് പ്രശ്നം. ജ്ഞാനയോഗം മാത്രമാണെങ്കിൽ, ഭക്തിയുടെ ഒരു എലമെൻ്റ് ഇല്ലെങ്കിൽ, കുറച്ചെങ്കിലും, മുഴുവനായിട്ടുള്ളതല്ല പറയുന്നത്, അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഇല്ലെങ്കിൽ അത് വർക്കാവില്ല, അതിന് റിസൾട്ട് കിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഭക്തിയോഗത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. ഭഗവത്ഗീതയിൽ ഭഗവാൻ ഉടനീളം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഇവിടെയും ഈ ശ്ലോകത്തിലും പറയുന്നതാണ് ആത്മസാക്ഷാത്കാരത്തിൻ്റെ ജ്ഞാനം. അതെല്ലാം, അല്ലെങ്കിൽ പിന്നെ കർമ്മയോഗമാവട്ടെ, ഇവിടെ ജ്ഞാനയോഗത്തെ കർമ്മയോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. അതെല്ലാം അർത്ഥവത്താവാതെയാവും, അർത്ഥമില്ലാതെയാവും അതിൽ ഭക്തിയുത സേവനങ്ങളില്ലെങ്കിൽ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഭക്തിയുത സേവനങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഭക്തിയുത സേവനങ്ങളിലൂടെ മാത്രമേ ആത്മസാക്ഷാത്കാരം നേടാൻ സാധിക്കുകയുള്ളൂ. അത് മുഴുവനും നമ്മൾ ഡയറക്റ്റ് ഭക്തിയോഗമാണെങ്കിലും, ഇനിയല്ല ജ്ഞാനയോഗ കർമ്മയോഗ മാർഗമാണെങ്കിലും, ഭക്തിയുത സേവനങ്ങളോ ഭക്തിയുടെ ഒരു സ്പർശനോ ഇല്ലെങ്കിൽ അത് നടക്കില്ല എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കുന്നത്. ശ്ലോകത്തിൽ പറയുന്നത് പ്രഭാത് ഭാവാർത്ഥത്തിൽ പറയുന്നു. ഇവിടെ ജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രഭാത് പറയുന്നത് ഈ ബ്രഹ്മവാദികളെക്കുറിച്ച്, അതായത് നിരാകാര ബ്രഹ്മവാദത്തെ ഫോളോ ചെയ്യുന്ന ആളുകളെക്കുറിച്ച് ഇവിടെ പറയുന്നു. അപ്പോൾ അവർ ലക്ഷ്യത്തെക്കുറിച്ചൊക്കെ പറയും. പക്ഷേ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ഇപ്പോൾ ബ്രഹ്മജ്യോതിയിലേക്ക് ലയിക്കണമെന്നുള്ള ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, നിരാകാര ബ്രഹ്മവാദികൾ, അവരുടെ അവസ്ഥ, അവർക്കും അവിടെ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ, ആ അതീന്ദ്രിയ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ, കാര്യം
അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം അല്ലെങ്കിൽ ബ്രഹ്മനിലേക്ക് ലയിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. നാസ്തികർക്ക് പറ്റുന്ന കാര്യമല്ല അത്. അത് തീർച്ചയായിട്ടും അതീന്ദ്രിയ തലത്തിലുള്ളൊരു കാര്യമാണ്, സംശയമില്ല. അപ്പോൾ അവിടെ അവർക്ക് പോലും ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഈ ഒരു ഭക്തിയുത സേവനങ്ങളുടെ ഒരു ചെറിയൊരു എഫക്റ്റ് ഇല്ലാതെ അവർക്കും സാധിക്കില്ല. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് നിരാകാര ബ്രഹ്മനെ ആരാധിക്കുന്നവർ അവരും അമ്പലങ്ങളിൽ പോകുന്ന ആൾക്കാരുണ്ട്. ചില ആളുകൾ ഭഗവാന്റെ നാമം പോലും ചൊല്ലുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ പക്ഷേ ലക്ഷ്യം അവരുടെ പൂർണ്ണമല്ല. ലക്ഷ്യത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നില്ല. അതായത് നാമം ചൊല്ലുന്നുണ്ടാവും, ഒരു പക്ഷേ അമ്പലങ്ങളിലേക്ക് പോകുന്നുണ്ടാവും, പക്ഷേ അവരുടെ ഉള്ളിലുള്ള ഭാവം എന്താണെന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞ് ഞാൻ ഭഗവാനിലേക്ക് ലയിക്കുന്നു, ബ്രഹ്മജ്യോതിയിലേക്ക് ലയിക്കുന്നു. അപ്പോൾ ഈ വിഗ്രഹാരാധന നിങ്ങൾ എന്തിനു ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും വിഗ്രഹം ശരിക്കും പറയുകയാണെങ്കിൽ അത് ഭഗവാനല്ല. അതായത് അത് ഭൗതിക തലത്തിലുള്ള ഒരു ആവിഷ്കാരമാണ്, ആ ബ്രഹ്മനിലേക്ക് എത്താനുള്ളൊരു മാർഗം മാത്രമാണ്. അല്ലാതെ നമ്മൾ ഭഗവാൻ റിയലൈസേഷനുള്ള ആളുകൾ അല്ലെങ്കിൽ ഭക്തർ കാണുന്ന പോലെ അമ്പലത്തിലുള്ള വിഗ്രഹത്തെ ഭഗവാനായിട്ട് അവർ കാണുന്നില്ല. നമ്മൾ കാണുന്നത് ഭഗവാനും വിഗ്രഹവും തമ്മിൽ വ്യത്യാസമില്ല എന്നാണ്. അതാണ് നമ്മൾ പഠിക്കുന്നത്. പ്രതിമ നഹീസ് തുമി സാക്ഷാൽ ബ്രജേന്ദ്ര നന്ദൻ, അല്ലേ? നമുക്കറിയാം ആ ഒരു ഫിലോസഫി. ഭഗവാന്റെ ആ ഒരു പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ പ്രാണപ്രതിഷ്ഠ ചെയ്തിട്ടുള്ള അമ്പലങ്ങളിലെ ശ്രീമൂർത്തി വിഗ്രഹങ്ങൾ ഭഗവാൻ തന്നെയാണ്, അതിന് സംശയമില്ല, വ്യത്യാസമില്ല. നമ്മുടെ മുമ്പിൽ നമുക്ക് അതൊരു ഭൗതിക പഞ്ചലോഹം കൊണ്ടോ അല്ലെങ്കിൽ മരം കൊണ്ടോ ഉണ്ടാക്കിയിട്ടുള്ളതാണെന്നുള്ളത് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വീക്ഷണത്തിൻ്റെ കുഴപ്പമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഭഗവാൻ തന്നെയാണ്, അത് മനസ്സിലാക്കണം നമ്മൾ. എന്നാൽ ചിലപ്പോൾ ഈ ബ്രഹ്മവാദികൾ അവരും അമ്പലങ്ങളിലും പോകുന്നുണ്ടാവും, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ ഒരു കൺക്ലൂഷൻ, അവസാനം പറയുന്ന അവരുടെ ലക്ഷ്യവും കൺക്ലൂഷനും ശരിയല്ല. പറയുന്ന ലയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം ഒരു ടെമ്പററി ആയിട്ട് ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ എന്തിനിത് ഇപ്പോൾ ആരാധന ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഈ ഒരു ആരാധനയിലൂടെ നമുക്ക് ബ്രഹ്മജ്യോതിയിലേക്ക് പോകാൻ അത് സഹായകമാവും എന്നും അവർ പറയും. പക്ഷേ അവർക്കതിൻ്റെ ലക്ഷ്യം അറിയില്ല. അപ്പോൾ എന്തുകൊണ്ടിത് പറഞ്ഞു എന്ന് വെച്ചാൽ ഏത് മാർഗമായാലും അതിൽ ഭക്തി എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് കുറച്ചെങ്കിലും ഇല്ലെങ്കിൽ, ഇപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഉള്ളിൽ ഏത് ഭാവത്തിലാണ് അവർ കാണുന്നത് വിഗ്രഹത്തെ എന്നുള്ളത് ഇരിക്കട്ടെ, പക്ഷേ എന്നാലും അവർ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. ഭക്തിയുത സേവനങ്ങളിലെ ഏതെങ്കിലും മാർഗങ്ങൾ അവർ എന്തെങ്കിലും കുറച്ചെങ്കിലും ചെയ്യുന്നുണ്ട്. ഏത് ഭാവത്തിൽ ചെയ്യുന്നു എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ അത് ചെയ്യുന്നത് കൊണ്ട് അതിന് പെർഫെക്ഷൻ കിട്ടുന്നത്. ഇപ്പോൾ ഭഗവാന്റെ നാമം കേട്ടിട്ടുണ്ടാവും, പരിഹാസത്തോടു കൂടി ചൊല്ലിക്കഴിഞ്ഞാലും ശ്രദ്ധയില്ലാതെ ചൊല്ലിക്കഴിഞ്ഞാലും അല്ലാതെ കളിയാക്കുന്ന രീതിയിൽ ചൊല്ലിയാലും അല്ലെങ്കിൽ ഉച്ചരിച്ചാലും ആക്ച്വലി അതിന് എഫക്റ്റ് ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം അജാമിളിന് സംഭവിച്ചത്. ശുദ്ധനാമം, അതായത് തെറ്റില്ലാതെ ശുദ്ധനാമം ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ അതാണ് വേണ്ടത്. കളിയാക്കുന്ന രീതിയിലോ അങ്ങനെയല്ല ചെയ്യേണ്ടത്. എന്നാൽ പോലും നമ്മൾ ഇപ്പം ശാസ്ത്രങ്ങൾ ഭാഗവതം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ പാരിഹാസ്യത്തോട് കൂടിയിട്ടാണ് അല്ലെങ്കിൽ കളിയാക്കുന്ന രീതിയിലാണ്, പാരിഹാസമായിട്ടോ ദേഷ്യത്തിലാവട്ടെ അല്ലെങ്കിൽ കളിക്കാവട്ടെ, എന്ത് വേണമെങ്കിൽ ആവട്ടെ, ഏത് രീതിയിലാണ് നമ്മൾ നാമം ഉച്ചരിക്കുന്നത് അതിനും ഒരു എഫക്റ്റ് ഉണ്ട്, പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ് ഉണ്ട്. അത് നമുക്ക് അതിന് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. നമുക്ക് ഡെഫിനറ്റ്ലി ക്രെഡിറ്റ് കിട്ടുന്നുണ്ട് അതിൽ നിന്ന്, സ്പിരിച്വൽ ക്രെഡിറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ നല്ല ഭാവത്തോടു കൂടി ചൊല്ലുമ്പോൾ കിട്ടുന്ന ക്രെഡിറ്റ് അതിന് കിട്ടില്ല. എന്നാലും അതിന് എഫക്റ്റ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ ഇവർ മറ്റുള്ള ഏത് യോഗ പ്രാക്ടീസ് ആയിക്കോട്ടെ, മാർഗങ്ങളായിക്കോട്ടെ, അതിൽ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഭക്തിയുടെ ഒരു എലമെൻറ്റ്, ഭക്തിയുടെ ഒരു ടച്ച് ഇല്ലെങ്കിൽ നടക്കില്ല എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ട കാര്യം. പ്രഭുപാദ് പിന്നീട് പറയുന്നു ഈ ശാസ്ത്രങ്ങളെല്ലാം കർമ്മയോഗം, ജ്ഞാനയോഗം, അഷ്ടാംഗയോഗം, ഇതെല്ലാം തന്നെ കർമ്മയോഗം എന്ന് പറയുമ്പോൾ കർമ്മത്തിലൂടെ ഭഗവാനുമായിട്ട് കണക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ കണക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നിഷ്കാമ കർമ്മയോഗം ചെയ്യുന്നതിലൂടെ മാത്രമാണ് നമുക്കത് സാധിക്കുന്നത്. അതായത് ചെയ്യുന്ന കർമ്മത്തിൽ നിന്ന് ഫലം പ്രതീക്ഷിക്കാതെ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളത് വരുന്നത് കൊണ്ട് അതിൽ ഭക്തിയുടെ എലമെൻ്റ് അവിടെ വന്നു, അതുകൊണ്ട് അതിന് സക്സസ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ മാർഗത്തിലൂടെ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും. അതുപോലെ ജ്ഞാനയോഗം എന്ന് പറയുമ്പോൾ യോഗം എന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്യുക ഭഗവാനുമായിട്ടെന്നുള്ളതാണ്. അവിടെ
ജ്ഞാനത്തിൽ നമ്മൾ എന്താണ് ജ്ഞാനം? ജ്ഞാനം ശാസ്ത്രങ്ങളെക്കുറിച്ചുള്ളത്. അപ്പോൾ ഭഗവാനെക്കുറിച്ചുള്ള അതീന്ദ്രിയ ജ്ഞാനമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതും ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ, അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നമ്മളെ നയിക്കണമെങ്കിൽ, കൊണ്ടുപോകണമെങ്കിൽ അവിടെയും ഭഗവാനെക്കുറിച്ചുള്ള അറിവുകളായതുകൊണ്ട്, അതിൽ ഭക്തിയുടെ ഒരു ടച്ച് ഉള്ളതുകൊണ്ട് അത് ലക്ഷ്യത്തിലേക്ക് എത്തുന്നു. അതേപോലെ ധ്യാനത്തിലും നമ്മൾ ഭഗവാന്റെ രൂപത്തെയോ അല്ലെങ്കിൽ ഭഗവാന്റെ എന്താണോ ധ്യാനിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ധ്യാന യോഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനിക്കുന്നുണ്ട് അവർ. ഇപ്പോൾ ഭഗവാന്റെ നാമരൂപ ഗുണലീല എന്താണോ ധ്യാനിക്കുന്നത്, ആ ധ്യാനത്തിലൂടെയും നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നു. അവിടെയും ഭഗവാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഭക്തി എന്ന് പറയുന്നതിൻ്റെ ചെറിയൊരു എഫക്റ്റ് ഉള്ളത് കൊണ്ടാണ് റിസൾട്ട് ഉണ്ടാവുന്നത്. എന്നാൽ ഇതെല്ലാം നമ്മുടെ ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ, ഇതെല്ലാം മാറ്റിവെച്ചോളൂ, സർവ്വധർമ്മൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. ഭഗവാനെ ശരണം പ്രാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരണം ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഈ നവവിധ ഭക്തിയിലൂടെ നവവിധ ഭക്തി ചെയ്യുവാനാണ് ഭഗവാൻ ആക്ച്വലി നമ്മളോട് പറയുന്നത്. സതതം കീർത്തയന്തോ മാം അനന്യശ്ചിന്തയന്തോ മാം മന്മനാ ഭവമത് ഭക്തോ മദ്യാജി നമസ്കുരു. ഭഗവത്ഗീതയിൽ ഉടനീളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത്. ഭക്തിയോഗത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇവിടെ ഈ ശ്ലോകത്തിൽ നമ്മുടെ ആചാര്യന്മാരും പറയുന്നതാണ് ഭക്തി. ശില വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറും എടുത്ത് പറയുന്നുണ്ട് ഇവിടെ, എത്ര നല്ല സംഭവമാണെങ്കിലും നമ്മൾ കാണുമ്പോൾ പുറമേക്ക് വലിയ ഫ്ലവറി ആയിട്ടുള്ള സംഭവമാണെങ്കിലും, എത്ര വലിയ സംഭവമാണ് നമ്മൾ ചെയ്തിട്ടുള്ളതെങ്കിലും അതിൽ ഭക്തിയുടെ ഒരു എലമെൻ്റ് ഇല്ലെങ്കിൽ, ഭക്തി ഇല്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം ഇവിടെ, ഭക്തർ അല്ലാത്ത ആളുകൾ ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങൾക്ക് വിവർത്തനവും ഭാവാർത്ഥവും എഴുതി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അതും ശില വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ പറയുന്നുണ്ട്. കാര്യം അവരുടെ റിയലൈസേഷൻ പ്രോപ്പറല്ല. അവരുള്ളിൽ ഭക്തി ഇല്ലെങ്കിൽ, ഭക്തി ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അവരുടെ റിയലൈസേഷൻ കറക്റ്റ് ആവില്ല, പെർഫെക്റ്റ് ആവില്ല. എന്നാൽ ഒരു പരിശുദ്ധ ഭക്തൻ അദ്ദേഹം എഴുതുമ്പോഴോ ഭഗവാനാണ് എഴുതിപ്പിക്കുന്നത്. കാര്യം അദ്ദേഹത്തിൻ്റെ അങ്ങനെയുള്ള പരിശുദ്ധ ഭക്തരുടെ ഹൃദയത്തിൽ പൂർണ്ണമായിട്ടും ഭഗവാനാണ് ഉള്ളത്. അപ്പോൾ പൂർണ്ണമായിട്ടും ഭക്തിയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ പ്രസൻറ്റേഷൻ നമുക്ക് അംഗീകരിക്കാം. നമ്മുടെ ആചാര്യന്മാരെല്ലാവരും ശിലപ്രഭുപാദും വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറും ഇവരെല്ലാവരും പരിശുദ്ധ ഭക്തരാണ്. അപ്പോൾ അവർ പറയുന്നത് പെർഫെക്റ്റ് ആയിരിക്കും. അവരെ കൊണ്ട് ഭഗവാനാണ് എഴുതിപ്പിക്കുന്നത്. അല്ലാതെ ഉള്ളതൊക്കെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാര്യം അതിനകത്ത് വേണ്ടതായിട്ടുള്ള കണ്ടൻറ്റ്, അല്ലെങ്കിൽ വെറുതെ സംസ്കൃതത്തെ പരിഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്താൽ മാത്രം ഇരിക്കുന്നില്ല. എന്താണോ ഭഗവാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്താണോ വ്യാസദേവൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്താണോ ശുകദേവ ഗോസ്വാമി പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് അവരുടെ ഭാവത്തിൽ ചിന്തിക്കുമ്പോൾ മാത്രമാണ് സാധിക്കുന്നത്. അങ്ങനെ സാധിക്കുന്നത് പരിശുദ്ധ ഭക്തർക്ക് മാത്രമാണ്. ഒരു ഇൻ്റലക്ച്വൽ സ്കോളറിന് ഇതൊന്നും സാധിക്കില്ല. സ്കോളർഷിപ്പ് ഉണ്ടായിട്ട് കാര്യമില്ല. ഇതെല്ലാം ഈ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ നിന്ന് ഓർക്കാവുന്നതാണ്, പഠിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ശ്ലോകം 13 മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നാളെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. शिला प्रभुपाद की जाए, ग्रंथ श्रीमद् भागवतम की जाए, गौड़ीय गुरुवृंद की जाए, श्री वृंदावन धाम की जाए। जय जय श्री राधे श्याम।